യെശയ്യാ പ്രവചനം അതിൻ്റെ 59-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യമാണ്. ഒന്നുകൂടെ വായിച്ചോ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. സ്തോത്രം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ദൈവത്തിൻ്റെ കരം വന്നാൽ എന്തൊക്കെ സംഭവിക്കും? സ്തോത്രം. അതാണ് നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം. ദൈവത്തിൻ്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? യാക്കോബിനെ ഈ കരം സ്പർശിച്ചു. പേരും പ്രകൃതിയും മാറി അനുഗ്രഹത്തിൻ്റെ പേര് കൊടുത്തു. വിരോധമായി നിന്നവൻ അനുകൂലപ്പെട്ടു വന്നു. ആ കൈ കുറുകിപ്പോയിട്ടില്ല. 2, ഏലിയാവിനെ ഈ കരം സ്പർശിച്ചു. മരണഭീതിയും ചിത്തപ്രമവും മാറി ഉദ്ദേശിക്കാത്ത സ്ഥലത്തും സ്ഥാനത്തും ദൈവം എത്തിക്കുക മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് പിന്നെയും ദൈവം യോഗ്യനാക്കി. ഏലിയാവിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. 3 നമ്മൾ ചിന്തിച്ചത് യഗസ്കേലിനെ ഈ കരം സ്പർശിച്ചു. അല്ലയോ ചിന്തിച്ചേ? മുടിക്കത്തിന് പിടിച്ച് മേപ്പോട്ട് കൊണ്ടുപോയി, ഭൂമിക്കും ആകാശത്തിനും മീതെ, അതിനിടയ്ക്ക്. അപ്പോൾ അതിൻ്റെ മധ്യേ ഉയർത്തിക്കൊണ്ടുപോയി. തകർത്ത് കളയാൻ കൊണ്ടുപോയതല്ല, താഴത്തെ വാക്യമുണ്ട്, ദിവ്യദർശനം കാണിക്കാൻ. പ്രൈസ് ദി ലോർഡ്. യഗസ്കേലിനെ സ്പർശിച്ച കരം കുറുകിപ്പോയിട്ടില്ല. ഓടിച്ച് കമ്പിവാചകം പോലെ അധികം വിവരിക്കാതെ ഞാൻ അങ്ങ് പറയാം. ബോംബെയിലെ വാത്സല്യ മത്തായിച്ചാൻ എന്നോട് പറഞ്ഞു, ഞാനതങ്ങ് ഏറ്റെടുത്തു. സ്തോത്രം. എന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്, വളരെ ജ്ഞാനിയായൊരു മനുഷ്യനാണ്, പ്രായമുള്ള ആളാണ്. ഈ പ്രായമുള്ളവർ പറയുന്നത് അംഗീകരിക്കും. എന്നോട് പറഞ്ഞു, ഇനിയും കൂടുതൽ ഈ വചനം അങ്ങ് പറ, കൂടുതൽ ഉപമയും ഉപകഥകളൊന്നും പറയേണ്ടത്. ഞാനങ്ങ് അംഗീകരിക്കുക. പിന്നെ നോക്കട്ടെ. സ്തോത്രം. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി അച്ചായൻ പറഞ്ഞത് ഞാൻ അങ്ങ് അംഗീകരിച്ച് ചെടിയിടാന്ന വാക്യം അങ്ങ് പറഞ്ഞ് നിർത്താമെന്നാ ചിന്തിക്കുന്നത്. അടുത്തത്, ദൈവത്തിൻ്റെ കരം സ്പർശിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന. യാക്കോബിന് തൊട്ടകരം കുറുകിയിട്ടില്ല, ഏലിയാവിനെ സ്പർശിച്ച കരം കുറുകിയിട്ടില്ല, യഗസ്കേലിൻ്റെ മേൽ വന്ന കരം കുറുകിപ്പോയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാത്തവണ് യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. നമുക്കറിയാം, നിങ്ങൾ വചനം വായിക്കുന്നവരാ, മത്തായി സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് ഗിരിപ്രഭാഷണം കഴിഞ്ഞ് പർവ്വത പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് വരിക. ഏതാണ്ട് 10-28 സബ്ജക്റ്റുകൾ പ്രസംഗിച്ചെന്ന ഗിരിപ്രഭാഷണത്തിൽ പർവ്വത പ്രസംഗം. മത്തായി 5, 6, 7 മൂന്നത്തെ ആയില്ലയോ പർവ്വത പ്രസംഗം? മത്തായി 5, 6, 7. അപ്പോൾ ഗിരിപ്രഭാഷണം ശ്രേഷ്ഠമേറിയ പ്രസംഗം, ദീർഘമായ പ്രസംഗമാണ്. അടുക്കിടക്കായി പഠിച്ചാൽ 29 സബ്ജക്റ്റുകളോളം അത് കൂടാനാ സാധ്യത. ഈ പ്രസംഗമെല്ലാം കഴിഞ്ഞ് കർത്താവ് പർവ്വതത്തിൽ നിന്നോട്ട് ഇറങ്ങി വരിക. അവിടെ വായിക്കുന്നത്, അപ്പോൾ ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്നെന്ന്. ഒരു കുഷ്ഠരോഗി, അങ്ങനല്ലേ വായിക്കുന്നത്? വായിച്ചേ. അപ്പോൾ എല്ലാവരും കൂടെ വായിക്കണ്ട. അപ്പോൾ ആദ്യം ഒരാൾ വായിക്കണം, അത് കഴിഞ്ഞ് പിന്നെ തരുന്ന വാക്യം അടുത്ത ആൾ വായിക്കണം. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന്, മൈക്കിൽ കൂടെ വായിക്കേ. മൈക്ക് അവിടെ ഇരിപ്പുണ്ടല്ലോ, അത് മാറ്റി വെച്ചേച്ച്. വായിരേ. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. കുഷ്ഠരോഗിയാവണമെന്ന് ഓർക്കണം. കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. അതിന് വേറൊരു അർത്ഥവും കൂടെ ഞാനങ്ങ് കൊടുക്കുക. വായിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തോന്നുന്നത്.
ഇത്ര ഉള്ള യേശുവേ എന്നോട് ആർക്കും മനസ്സില്ല. അറ്റ കൈക്കാ വന്നേക്കുന്നത്. നിനക്കെന്നോട് മനസ്സുണ്ടോ? അതിന് കാരണം കുഷ്ഠരോഗിയെ ആർക്കും വലിയ തൃപ്തിയില്ല. നമുക്കറിയാം, പുസ്തകം പഠിക്കുമ്പോൾ ലേവ്യ പുസ്തകം 12, 13, 14 അധ്യായം 3 അധ്യായം പഠിക്കുമ്പോൾ കുഷ്ഠരോഗത്തിൻ്റെ പ്രമാണം, അതിൻ്റെ വ്യവസ്ഥ, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം, അതിനുള്ള പരിഹാരക്രിയ, എവിടൊക്കെ കുഷ്ഠം, ആർക്കൊക്കെ കുഷ്ഠം, അതാണ് 12, 13, 14 അധ്യായം. ഭിത്തിയ കുഷ്ഠം ഉണ്ടാകും, വീട്ടിൽ കുഷ്ഠം വരും, വ്യക്തികൾക്ക് കുഷ്ഠം വരും, കുടുംബമായിട്ട് കുഷ്ഠമുണ്ട്. എല്ലാ അധ്യായം പഠിച്ചാൽ അറിയാം. വസ്തുക്കളിൽ കുഷ്ഠമുണ്ടാകും. എന്നാൽ കുഷ്ഠരോഗിക്ക് കർക്കശ പ്രമാണമാണ്. എല്ലാ വാക്യവും വായിപ്പിക്കാൻ നേരമില്ല. നിങ്ങൾ വായിച്ചു എങ്കിലും ഒരു വാക്യം ഒന്ന് വായിച്ചു. ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 45-ഉം 46-ഉം വായിച്ചേ. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം. കണ്ടോ, തുണി എടുത്തോണ്ട് നടക്കാൻ മേല. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം. പിന്നെ ആർക്കാ മനസ്സുണ്ടാകുന്നത്? കുഷ്ഠം ഇല്ലാഞ്ഞിട്ട് തന്നെ തുണി കീറാൻ നടക്കുക ആൾക്കാർ. പിന്നെ ആ കുഷ്ഠവും കൂടെ എങ്ങനെയാലും ആ മുണ്ട് കീറിക്കളയണ, ഷാളെന്ന് കീറിക്കളഞ്ഞാൽ മതിയെന്നൊക്കെ ഓർത്ത് നടക്കും. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം. നേരും ചൊവ്വനും തുണി കൊടുത്ത് കിടക്കാൻ മേല കുഷ്ഠരോഗിക്ക്. മനസ്സിലായോ? നമ്മുടെ ഇടയിലുമൊക്കെ അസൂയുള്ള ആൾക്കാരുണ്ട്. നല്ല വസ്ത്രം, യോഗ്യമായ വസ്ത്രം ധരിച്ച അസൂയ ഉള്ളവരുണ്ട്. ഉണ്ട്. എന്നാൽ നല്ല മനസ്സോടെ അയ്യോ ഇണങ്ങുന്നുണ്ട് കേട്ടോ, കൊള്ളാം, നന്നായിരിക്കുന്നു, അത് പറയുകയല്ല. ഉടനെ അടുത്തിരിക്കുന്ന ആളെ ഞോണ്ടി വെച്ചു. സ്ത്രീകളാണ് ഉടനെ കുശുമ്പും കുന്നായ്മയും. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോ മനസ്സ് നന്നാകണം, ഹൃദയം നന്നാകണ്ടേ. ഇതിനകം ഞാൻ എപ്പോഴും എൻ്റെ വീടിനുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യം പറയും. മത്താഴ്ച ക്ഷമിക്കണേ, ബോംബെയിലെ എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്. ഞാൻ എപ്പോഴും പറയും 104 വയസ്സ്. അപ്പം അമ്മച്ചി എപ്പോഴും പറയും, ഇപ്പോൾ വീട്ടിൽ വരുമ്പോഴും ഒക്കെ പറയും, അടുത്ത് മോനെ അമ്പലത്തിൽ പോയത് കൊണ്ടോ പള്ളിയിൽ പോയത് കൊണ്ടോ തീർത്ഥയാത്ര നടത്തിയത് കൊണ്ടോ കിഴക്കോട്ടും പടിഞ്ഞാട്ടും നടത്തിയത് കൊണ്ടൊന്നും കുറ്റമാണെന്നല്ല, അതൊന്നും അല്ല. ഇത്ര ഭാഗം ക്ലിയർ ആകണം. വല്യമ്മച്ചി എപ്പോഴും പറയുന്നതാ, ഇത്ര ഭാഗം മനസ്സിലായോ? ഇതിനകത്ത് മുഴുവൻ പകയും വിദ്വേഷവും കുശുമ്പും കുന്നായ്മയും അതെല്ലാം അകത്ത് വെച്ചോണ്ട് ഗ്ലോറി, വിക്ടറി. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാനേ. ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയം നന്നാകണം. സ്തോത്രം. അതെ, ഓടിച്ച് മുമ്പോട്ട് പോകാം. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം. ഒന്ന് വസ്ത്രം കീറിക്കളയണം. എന്തോ ബുദ്ധിമുട്ടാന്ന് ഓർക്കണം. പിന്നെ അവന്റെ തല മൂടാതിരിക്കണം. തല മൂടരുത്. കാരണം ഇവനെ പെട്ടെന്ന് അറിയണം. തല മൂടരുത്, മൂടിപ്പൊത്തി നടക്കരുതെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അധരം എനിക്കൊന്ന് അന്ന് മുതൽ ആ മാസ്കിന്റെ ഉപയോഗം എന്ന് തോന്നുന്നു, അല്ലേ? മാസ്ക്. ഒന്നുകൂടെ വായിച്ച പദം. അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ച് പറയുകയും. സ്തോത്രം എന്ന് പറയരുത്. പിന്നെ അശുദ്ധൻ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കുഷ്ഠരോഗിയുടെ വ്യവസ്ഥയാ. തുണി കീറിക്കളയണം, തല മൂടരുത്, അവരെ മൂടണം. അശുദ്ധൻ 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 എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. നമ്മളാണെങ്കിൽ ഉറക്കെ അല്ലെങ്കിലും പതുക്കെ സ്തോത്രം പറയാനാ, സൈക്കിളിന് കാറ്റടിക്കും പോലെ.
കുഷ്ഠരോഗിയാണെങ്കിൽ അശുദ്ധൻ. അശുദ്ധൻ. പിന്നെ അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. ഉണ്ടോ? ഈ രോഗം മാറുന്നത് വരെ അവൻ അശുദ്ധനായിരിക്കണം. അടുത്തത് അവൻ അശുദ്ധൻ തന്നെ. അടുത്തത് അവൻ തനിച്ചു പാർക്കണം. അയ്യോ, തനിച്ചു പാർക്കണം. ഒരു കുഞ്ഞുങ്ങൾ പോലും എനിക്കൊന്ന് അന്ന് ക്വാറന്റൈൻ അന്നും കൊണ്ടെന്ന് തോന്നുന്നു, അല്ലയോ? അല്ലേ? അതാ ക്വാറന്റൈൻ. അവൻ ക്വാറന്റൈൻ നിന്നോണം. പിന്നെ അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. എങ്ങനെയുണ്ട്? അപ്പൊ ശ്രദ്ധിക്കുക, തുണി കീറണം, തല മൂടരുത്, അതരം മൂടണം, അശുദ്ധൻ 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 എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കണം, പാളയത്തിന് പുറത്തിരുന്നോണം, ക്വാറന്റൈനിൽ തന്നെ ഇരുന്നോണം, ആരോടും കയറി മിണ്ടിയാക്കരുത്. കോവിഡ്, ഇത് കോവിഡ് അല്ല, കുഷ്ഠം. കുഷ്ഠം രണ്ടും കേയാന്നല്ലോ, കോവിഡും കുഷ്ഠവും. സ്തോത്രം. ഇതാ പ്രമാണം.